ഞാൻ ശ്രീ ആഷ്ലിയിലേക്ക് പോകുന്നു. ആഷ്ലി, ഇപ്പോൾ നടക്കുന്ന സമരം അരാഷ്ട്രീയ സമരം എന്നാണല്ലോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ ആദ്യം കണ്ടിരുന്നത്. പക്ഷേ അവരൊരു വിഷയം മുൻനിർത്തി, മറ്റു വിഷയങ്ങളിൽ പ്രതികരിക്കാത്തവരായിരിക്കാം, പക്ഷേ ഒരു വിഷയം മുൻനിർത്തി വിദ്യാർത്ഥികൾക്ക് വേണ്ടി രംഗത്ത് വന്നവരാണ്. അവിടേക്ക് വിദ്യാർത്ഥികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഈ സമരത്തിന്റെ ഭാവി എങ്ങനെയാണ് കാണുന്നത്? ഇവരെ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തുന്നുണ്ട് സർക്കാർ. ഒരുപക്ഷെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയേക്കാം എന്ന് കേൾക്കുന്നു. അതാണ് സോനം വാങ്ചുക്കും ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം, ഇത് ചോദ്യപേപ്പറുകൾ ചോരാം, അതിന് പ്രതിഷേധം വരാം, പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇതിന് എല്ലാത്തിനും BJPക്കുള്ള ഒരേ ഒരു മറുപടി, ഇതൊക്കെ ദേശവിരുദ്ധ ഒരു അജണ്ടയാണ് എന്നുള്ളതാണ്. അത് ഏത് ചോദ്യം ചോദിച്ചാലും ആ ഒരൊറ്റ മറുപടി ഉള്ളൂ. അപ്പൊ ഇതിനുള്ളൊരു ഒരു വളരെ എളുപ്പമുള്ളൊരു പണി, ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പൊ രാജിവെച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വീട്ടിൽ കൊണ്ടുവരും. കാരണം അവർ ആ ഒരു സിംഗിൾ അജണ്ടയിലാണ് അത് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള അപ്പൊ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെയും ബാക്കിയുള്ള ദേശവിരുദ്ധരെ എല്ലാവരെയും ഒറ്റയടിക്ക് തോൽപ്പിക്കാനും പറ്റും. അത് എളുപ്പമാണ്. അപ്പൊ അതിലേക്ക് അവർ പോകണം എന്നുള്ളതാണ് ഒരു ഇത്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു സിംഗുലർ ഇവന്റ് ആയിട്ട് കാണുന്നിടത്തുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. അതായത് ഇതിനു മുമ്പ് സംഭവിച്ചു 152 പ്രാവശ്യം എന്നൊക്കെ പറയുന്നു. അതിന്റെ കൃത്യം ഇല്ല. പല സമയത്തായിട്ട് ഇനി ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോരാൻ വേറെ വഴിയില്ല. ഒരു പരീക്ഷ കൊളാവാൻ ഇനി വേറെ വഴി കണ്ടുപിടിച്ചിട്ട് വേണം. അത്രയും അവൈലബിൾ ആയ എല്ലാ ഓപ്ഷൻസും ചെയ്തു കഴിഞ്ഞു. ഇതിന് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം, ഇപ്പോ രണ്ടാമത് നീറ്റ് നടത്തുമ്പോൾ ഇവിടെ ടെലിഗ്രാം നമ്മൾ ബാൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ടെലിഗ്രാമിലൂടെയാണ് ഈ സാധനം എല്ലായിടത്തും പെട്ടെന്ന് എത്തുന്നത്. പക്ഷേ വാട്സാപ്പിലൂടെ എത്തും, ജിമെയിലൂടെ എത്തും, വേറെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊന്നും ഇത്ര പെട്ടെന്ന് അറിയില്ല. അപ്പൊ ലീക്കായി എന്നുള്ളതല്ല, ലീക്കാകുന്നത് അറിയുന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ഒരു ബോധ്യത്തിലാണ് ഈ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രശ്നം. അപ്പൊ എനിക്ക് തോന്നുന്നൊരു സംഗതി, നമ്മൾ ആദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ വെറുതെ ആളുകൾ ആരുടെ അജണ്ടയാണ്, ആരുടെക്കോ അജണ്ടയിലാണ് അഭിജിത്തിക്ക വന്നിട്ടുള്ളത്, ആരുടെക്കോ അജണ്ടയിലാണിത് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമേ ഇല്ലാത്ത സാധനമാണ്. ഇത് വളരെ പെട്ടെന്ന് കാറ്റുവെച്ചു വിടാവുന്ന ഒരു സാധനമാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നത് നമ്മളിതൊരു അരാഷ്ട്രീയ സമരം, നമ്മൾ വളരെ വലിയ വിനയത്തോടു കൂടി മാത്രം കാണേണ്ട ഒരു സമരമായിട്ട് എനിക്കിത് കാണുന്നത്. അത് രാഷ്ട്രീയക്കാരായാലും ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക്, ഞാനും ഒരു 40കളിലുള്ള ഒരാളെന്നുള്ള നിൽക്കും. കാരണം നമ്മള് ഈ ഒന്നാമത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ വിചാരം രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതാണ് രാഷ്ട്രീയം എന്നാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതാണ് രാഷ്ട്രീയം എന്നാണ്. അല്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്, പാർട്ടികളിൽ നിന്നുണ്ടാകുന്നതല്ല രാഷ്ട്രീയം. അത് ജനങ്ങളുടേതാണ്. അപ്പൊ ഇതില് അവസാനം വന്നതാണ് എല്ലാവരും. ആദ്യം ഒരു ജെന്യൂൻ ആയ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായി. ഈ ജെന്യൂൻ ആയ സോഷ്യൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് മാത്രം എടുക്കാൻ ആരെങ്കിലും വേണം. അപ്പൊ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആദ്യം ഓൺലൈനിൽ, പിന്നെ ഓഫ്ലൈനിൽ, ഗ്രൗണ്ടിൽ, ജന്തർ മന്ദറിൽ അത് വരുന്ന സമയത്ത് അതിൽ പിഗി ബാഗ് ചെയ്ത് അതിന്റെ കൂടെ ഒന്ന് കേറുന്നതാണ് എല്ലാ രാഷ്ട്രീയക്കാരും, അല്ലെങ്കിൽ അവരതിന്റെ കൂടെ നടക്കുന്ന ആളുകൾ. അപ്പൊ അതില്ലാത്തതുകൊണ്ട് ഇതൊന്നും രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ പറയണം. നമ്മൾ അജണ്ട തീരുമാനിക്കുക, ജനങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്ന ആക്ടാണ് രാഷ്ട്രീയം. പക്ഷെ ആ രാഷ്ട്രീയം ഒരു പാർട്ടിയുടെ ഇതല്ല, അവരുടെ കുത്തകയോ ഒരു പാർട്ടിയുടെ. അത് ഇപ്പോ BJPക്ക് തന്നെ സമാധാനമാവും ഇതൊരു പാർട്ടി, പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷിയും തമ്മിലുള്ള ഒരു ചർച്ചയാക്കി മാറ്റി. അതല്ല. ഇവിടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള 3 സമരങ്ങൾ നോക്കിയാൽ അറിയാം. അതില് 3 തരം ഗ്രൂപ്പുകളുള്ളതായിട്ട്. ഒന്ന്, പൗരത്വ ഭേദഗതിക്കെതിരായ പ്രതിഷേധം. അത് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. അതിൽ സ്ത്രീകളായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാര്യമായിട്ട് ഷഹീൻബാഗിലെ സ്ത്രീകളാണ് നടത്തി. രണ്ടാമത് ഫാർമേഴ്സിന്റെ മൂവ്മെന്റ്. അതിലേക്ക് പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്നു. പക്ഷെ അവരെല്ലാം അത് നടത്തിയത് ഫാർമേഴ്സ് നടത്തി. ഇതിപ്പോ വിദ്യാർത്ഥികൾ നടത്തുന്നു. അവരൊരു പാർട്ടിക്കാരും അല്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവര് ഒരു ആവശ്യം പറയണെന്ന് വെച്ചാൽ ഇനിയും പേപ്പർ ചോരും, ഇനിയും ഇതൊക്കെ നടക്കും, ആരോടും ചോദിക്കാനില്ല. പിന്നെ ഇതിനെ നേരിടുന്നതിൽ ഔദ്ധത്യം. നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, 2016 FTII പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നം. ഗജേന്ദ്ര ചൗഹാനെ ഇവര് പിടിച്ച് ചെയർമാനാക്കുന്നു, ചെയർപേഴ്സൺ ആക്കുന്നു. ഈ BJP ചെയർപേഴ്സൺ ആക്കുന്നു. BJPക്ക് തന്നെ അതിനേക്കാൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ഗജേന്ദ്ര ചൗഹാനെ വെച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അത് കുറച്ചു ദിവസം കൂടുതൽ സമരം ചെയ്യും. കാരണം ഗജേന്ദ്ര ചൗഹാൻ BJPക്കാർക്ക് തന്നെ അറിയാം ഇൻഡിഫെൻസിബിൾ ആണ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് FTII. അപ്പോ അവര് വെച്ചു, ഇനിയിപ്പോ ഞങ്ങളെ പാർട്ടി തീരുമാനിച്ച് ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു തീരുമാനം എടുത്താൽ നടന്നു തന്നെ പറ്റും എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. 2 ദിവസം കൊണ്ട് സമരം ചെയ്തങ്ങ് പോകുന്നു. ഉണ്ടായില്ല. 144 ദിവസം സമരം നടന്നു.
അത് ആ രീതിയിൽ, കാരണം അവർക്ക് തന്നെ അറിയാം ഇൻഡിഫെൻസിബിൾ ആണ് എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ധർമ്മേന്ദ്ര അദ്ദേഹം പോകരുത്. എന്തുകൊണ്ടാണ് പോകരുത് എന്ന് പറയുന്നത്? അതിന് കറപ്ഷൻ ആണോ വേറെ താല്പര്യമാണോ? ഇത് വീക്ക്നെസ് ആയിട്ട് തോന്നും. ഇത് പ്രധാനമന്ത്രിയുടെ വീക്ക്നെസ് ആയിട്ട് തോന്നും. പ്രധാനമന്ത്രി രാജാവല്ല, പ്രധാനമന്ത്രി ദൈവമല്ല. പ്രധാനമന്ത്രി നമ്മൾ തെരഞ്ഞെടുത്ത, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരാളാണ്. ഇതിനു മുമ്പ് വേറെ പ്രധാനമന്ത്രിമാരുണ്ടാവും, നാളെ വേറെ പ്രധാനമന്ത്രിമാരുണ്ടാവും. അപ്പൊ ഈ തരത്തില് പ്രധാനമന്ത്രിയെ ഉപയോഗിച്ചിട്ട് എന്തും, പിന്നെ ഒരു അജണ്ട ഉള്ളത് ഈ പറഞ്ഞ ദേശദ്രോഹമാണ്, അല്ലെങ്കിൽ വേറെ അജണ്ട കൊണ്ടാണ്. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു കാര്യം, ഫേസ്ബുക്കിൽ ഞാൻ വളരെ അപൂർവമായിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് കയറാറുള്ളൂ. എന്റെ ഫീഡിൽ മുഴുവൻ എന്തുകൊണ്ട് ഇതൊക്കെ ഒരു ഫണ്ടഡ് ആണെന്നുള്ളത് ഉള്ള ഞാൻ അറിയാത്ത ആളുകളുടെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാ വരുന്നത്? പെയ്ഡ് ആണ്. ഇത് ദിലീപ് ഇഷ്യൂല മുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ. അപ്പൊ ഈ രീതിയിൽ ഇവർ ഒലഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ നമ്പേഴ്സ് ആദ്യം തന്നെ ഓൺലൈനിൽ നമ്പേഴ്സ് വന്നപ്പോൾ തന്നെ ഇവർക്ക് അറിയാം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വാശിയും കൊണ്ട് നടന്നാൽ സ്റ്റുഡൻസിനോട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാല്ല. അവർക്ക് അവരുടെ സെൻസ് ഓഫ് റൈറ്റ്, ശരി എന്ന ബോധ്യമേ ഉള്ളൂ. അവർക്ക് വേറെ ഒന്നും വേണ്ടാനും കിട്ടാനുമില്ല. അവരെ പ്രതിപക്ഷങ്ങളെ ഡീൽ ചെയ്യാൻ പൈസ കൊടുത്തിട്ടോ ED കാണിച്ചിട്ടോ ഒക്കെ ഡീൽ ചെയ്യാൻ BJP പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജനതകൾ അതിന് ഡീൽ ചെയ്യാൻ BJPക്ക് അല്ല ഒരു പാർട്ടിക്കും പറ്റില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു. ചിലരെ ഡീൽ ചെയ്യുമായിരിക്കും, പക്ഷേ അതിന് പിന്നാലെ കൂടുതൽ പേർ സമരത്തിലേക്ക് വരികയാണെന്നുള്ളതാണ്. അവർ അത് അത്ര വേഗം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.